ഇതെന്താ വെച്ചാലേ ഇവിടെ ഈ വീട്ടിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല നമുക്ക്. പൈസ കയ്യിൽ നിൽക്കില്ല, കാശ് വന്നു പോയി പോയി വന്നത് മാത്രം. പ്രശ്നം നമുക്ക് വീട്ടിൽ കിടക്കാൻ പറ്റില്ല എന്നുള്ളതാ. അതാണോ ഇപ്പൊ അങ്ങനെയല്ലേ സംഭവിക്കണേ? ലക്ഷങ്ങൾ മുടക്കി വീട് പണിതിട്ടും ആ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത പ്രശ്നമാണോ നിങ്ങളുടെ? നമസ്കാരം, ഞാൻ ബിബിൻ വലരിയിൽ രണ്ടു കൈക്കാരനാണ്. ഞാനേ ഇപ്പോൾ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വീടിന് വേണ്ടിയിട്ടുള്ള കിണറല്ല, ഇനി നിങ്ങളൊരു പണിയുന്ന കിണർ വീടിന് വേണ്ടിയിട്ടുള്ളൊരു കിണർ പോലെ ചെയ്താൽ പോരെ. നിലവിലുള്ള വീടിന്റെ കാലപ്പഴക്കം തീർന്നതും അതുപോലെ തന്നെ ആ വീട് പണ്ട് പണിതത് കറക്റ്റായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് കൂട്ടിയെടുത്തതൊക്കെ ആകെ തെറ്റിപ്പോയി. മൊത്തത്തിൽ പറഞ്ഞാൽ ആ വീട്ടിൽ കിടക്കാൻ ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇനി ഞാനൊരു കിണറിന് സ്ഥാനം കാണുന്നത് പുതിയ വീടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീട് പൊളിച്ച് നമുക്ക് പുതിയത് പണിയാം. ഈ കട്ട ചേട്ടൻ പറഞ്ഞല്ലേ പുറത്ത് പണിതുണ്ടെന്ന് പറഞ്ഞേ? ആ ശരി, ഞങ്ങൾ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എടുത്തിട്ടുള്ളതേ. ഇതെന്താ വെച്ചാലേ ഇവിടെ ഈ വീട്ടിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ല നമുക്ക്. ചുമ്മാ നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, എല്ലാവരും നല്ല മനസ്സുള്ള ആൾക്കാരാ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായിരിക്കും. ചില വീടുകളുണ്ട് കേട്ടോ, പണിയാൻ തുടങ്ങിയ അന്ന് മുതൽ അല്ലെങ്കിൽ കയറി കിടക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളോടെ നമുക്ക് വീട് പണിയുന്നതിന് മുന്നേ മാറ്റാൻ പറ്റും. പണത് കഴിഞ്ഞാലും മാറ്റങ്ങൾ വരുത്താം. ഇത്ര ഏരിയയിൽ ഇവിടെ നിങ്ങൾ വീട് വെക്കുമ്പം ഇവിടെ ചെറിയൊരു ഷെഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീട് പോലെ പണിതിട്ട് ഇവിടെ താമസിക്കാം, കുഴപ്പമില്ല. ഇവിടെ വീട് പണിയുന്ന സമയത്ത് ഈ വീട് പൊളിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, ഈ സമാധാനം പ്രശ്നങ്ങളൊക്കെ റെഡിയാവും. പിന്നെ നിങ്ങൾ വർക്ക് തുടങ്ങിയാൽ മതി, പെട്ടെന്ന് അവസാനിച്ചോളും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പുതിയ വീടിനൊരു സ്ഥാനം കണ്ട് കിണറിനും കുറ്റിയടിച്ച് അവിടെ നിന്ന് പോന്നു കേട്ടോ. എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ.